അങ്ങനെ ദളപതി ആരാധകർ കാത്തിരുന്ന ജനനായകൻ സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ അങ്ങനെ പുറത്തിറങ്ങിയിട്ടുണ്ട്. സംസാരിക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. തൽക്കാലം ഞാൻ അഡ്ജസ്റ്റ് ചെയ്താണ് സംസാരിക്കുന്നത്. വേറൊന്നും പറയാനില്ല. ഡിറ്റോ ഭഗവത് കേസരി എന്ന് വെച്ചാൽ ഫുള്ളും കട്ട് ആൻഡ് പേസ്റ്റ് അല്ല. അവർ ജസ്റ്റ് അവിടെ ഇവിടെയൊക്കെ മാറ്റമൊക്കെ വരുത്തിയിട്ടുണ്ട്. നമ്മുടെ അണ്ണൻ്റെ ആ രീതിയിൽ ചെയ്തിട്ടുമുണ്ട്. പാതിയാണ് എന്ന് പറയാം, പാതി ഭഗവത് കേസരിയും പാതി അണ്ണൻ പൊളിറ്റിക്സിലേക്ക് ഇറങ്ങുന്ന ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്. പിന്നെ കുറച്ച് ഡീറ്റെയിലും കൂടെ പറയാനുണ്ട്, ഞാൻ വഴി പറയാം. സിനിമയുടെ ട്രെയിലർ ഇറങ്ങിയതിൻ്റെ അടിയിൽ കമൻറ്റ് ബോക്സിൽ വേറെ കുറേ കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. ഗില്ലി നൻപൻ പോലത്തെ സിനിമകൾ റീമേക്ക് ചെയ്തപ്പോൾ നെഗറ്റീവ് ഒന്നും വന്നിട്ടില്ലല്ലോ. ഒരു കാര്യം ആലോചിക്കണം, ഗില്ലിയും നൻപനൊക്കെ അവിടെ ഇൻട്രസ്റ്റ് ഹിറ്റും അടിച്ചതാണ്. അവർക്ക് അത്യാവശ്യം നല്ല പോസിറ്റീവ് ഉണ്ടായിരുന്നു. പക്ഷേ ഭഗവത് കേസരി അങ്ങനെയല്ല, ഒരു ട്രോൾ മെറ്റീരിയലായി ഇഷ്ടംപോലെ മാറിയിരുന്നു. അവിടെയും ട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. കേരളത്തിൽ പിന്നെ പറയണ്ട. സിനിമയിൽ നമ്മുടെ നരേനും ഉണ്ട്, പ്രിയാമണിയും ഉണ്ട്, പിന്നെ പ്രകാശ് രാജുണ്ട്, സുനിലുണ്ട്. അങ്ങനെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത കാസ്റ്റിംഗ് തന്നെയാണ്. പൂജ ഹഡ്ഡിയാണ് സിനിമയിൽ കാജൽ അഗർവാളിൻ്റെ റോളൊക്കെ ചെയ്യുന്നത്. അത് പോകാൻ പറ. ഇതിന് മുന്നേയും നമ്മുടെ അണ്ണൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഭഗവതി കേസരി 2-3 പ്രാവശ്യം കണ്ടിട്ടുണ്ട്, തനിക്ക് ഇഷ്ടപ്പെട്ട സിനിമയാണ്. ഇനി ആ സീനെ പറ്റിയാണ് പറഞ്ഞത്. ഇപ്പോഴും ഒരു പിടുത്തം കിട്ടിയിട്ടില്ല. പിന്നെ അടുത്ത് പറയേണ്ടത് ബോബി ഡിയോൺ, സിനിമയിലെ വില്ലൻ. ഭഗവത് കേസരിയിലെ വില്ലൻ ഇച്ചിരി ശോകമാണെങ്കിൽ, പക്ഷേ ഇത് അങ്ങനെയല്ല. താക്കു മഹാരാജയിൽ കിടിലൻ പെർഫോമൻസ് പുള്ളിക്കാരൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആയിരിക്കും സിനിമ കേരളത്തിൽ പോലും പോസിറ്റീവ് റിവ്യൂസ് കിട്ടിയത്. അതുമാത്രമല്ല, ബാലയ സിനിമയിൽ പൊതുവെ ഈ വില്ലന്മാർക്ക് അല്ലെങ്കിൽ വേറെ ആക്ടേഴ്സിന് കൂടുതൽ സ്ക്രീൻ പ്രസൻസ് കൊടുക്കാറില്ല. അതുകൊണ്ടാണ് ഡാക്കു മഹാരാജ അത്യാവശ്യം ഹിറ്റായതും വേറെ കാര്യങ്ങളൊക്കെ എല്ലാം പോക്കായതും. ജസ്റ്റ് ഒരു ഊഹം മാത്രമാണ്. ഭഗവതി കേസരിയിലെ ചിലപ്പോൾ ഫസ്റ്റ് ഹാഫിൽ മാത്രമേ അങ്ങനത്തെ സീൻസൊക്കെ കാണത്തുള്ളെന്ന് തോന്നുന്നു. സെക്കൻഡ് ഹാഫിലേക്ക് കയറുമ്പോൾ ചിലപ്പോൾ ഫുള്ളായിട്ടും പൊളിറ്റിക്സിലെ കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നുണ്ടായിരിക്കും. അണ്ണൻ പൊളിറ്റിക്സിലേക്ക് ഇറങ്ങുന്ന പിന്നെ അങ്ങനെ പരമായ കാര്യങ്ങളൊക്കെ പറയുമായിരിക്കും. പിന്നെ ഏറ്റവും അവസാനം റോബോട്ടോ, ഇതെന്താണ് ഫിക്ഷനും സയൻസ് ഫിക്ഷനും എല്ലാം കൂടെ ഒരുമിച്ച് കയറി വന്നിരിക്കുന്നു. മുന്നേയും റൂമർ ഉണ്ടായിരുന്നു സിനിമയിൽ റോബോട്ടിക്സ് ആയിട്ടുള്ള ഫൈറ്റ് ഉണ്ടെന്നും കുറേ സീൻസൊക്കെ ഉണ്ടെന്നും. അതിപ്പോൾ ഏകദേശം അല്ല, ഫുൾ കൺഫേം ആയിട്ടുണ്ട്. പിന്നെ സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അനിരുദ്ധ്, എൻ്റെ പൊന്നു മക്കളെ, പുള്ളിക്കാരൻ്റെ റോള് നല്ല കൃത്യമായിട്ട് അടിപൊളിയായിട്ടും ചെയ്ത് തീർത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് നമുക്ക് ഈ വരുന്ന 9-ാം തീയതി തിയേറ്ററിൽ വെച്ച് കാണാം. സിനിമയിൽ അത്യാവശ്യം വയലൻസ് രംഗങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് A സർട്ടിഫിക്കറ്റ് കിട്ടാൻ പോയതാണ്. പിന്നെ വെട്ടിച്ചുരുക്കിയാണ് സിനിമയ്ക്ക് U-Bar A സർട്ടിഫിക്കറ്റ് കിട്ടാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ആയിട്ട് കമൻറ്റ് ബോക്സ് കമൻറ്റ് ചെയ്തേക്കുക. പിന്നെ എൻ്റെ അപ്ഡേറ്റ് എല്ലാം ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.